ഫയർഫോഴ്സ് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വസ്ത്രങ്ങളായതുകൊണ്ടും ഒപ്പം തന്നെ ഈ ബിൽഡിങ്ങിന് പുറത്ത് പൂർണ്ണമായും ഫ്ലെക്സ് കൊണ്ടുള്ള നിർമ്മിതികളായതുകൊണ്ട് തന്നെയും ഇത് പെട്ടെന്ന് തീ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാക്കുന്നുണ്ട്. ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ 4 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു വശത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബിൽഡിങ്ങിന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ പടർന്നു പിടിക്കാനുള്ള ശ്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഫയർഫോഴ്സ് ഉള്ളിലേക്ക് ഒരു ഭാഗത്തു കൂടെ പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുന്നത്. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ ഫയർഫോഴ്സ് എത്തി അവിടെ നനച്ചിടും. അതുകൊണ്ട് ആ തീ ആ ഭാഗത്തേക്ക് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എത്തി അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ കൂടെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കത്തുന്ന ഭാഗത്ത് വലിയ തോതിൽ കത്തിപ്പിടിക്കുന്നുമുണ്ട്. നമുക്ക് കാണാൻ പറ്റും എന്ന് കരുതുന്നു. ഈ ഫ്ലെക്സിന്റെ ഉള്ളിലൊക്കെ തീ കത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് തീ ഉള്ളിൽ കാര്യമായി പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടെ കറുത്ത പുക കൂടെ കാര്യമായി ഉയർന്നിട്ടുണ്ട്. അതുകൂടെ ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം അത്രയും അധികം ആളുകൾ ഉണ്ടായിരുന്ന സമയത്തും അത്രയും അധികം ജീവനക്കാരും ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് തീ അണയ്ക്കാൻ പെട്ടെന്ന് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആളുകൾക്ക് പരിക്കില്ലാതെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ തീ എത്രത്തോളം നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും, എത്ര പെട്ടെന്ന് തീ അണയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്, ഒരു ചോദ്യം നിലനിൽക്കുന്നത്. നമുക്ക് മുന്നിൽ പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തം ഒരു ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട്. അന്ന് തീ പെട്ടെന്ന് അടയ്ക്കാൻ സാധിക്കാതെ എയർപോർട്ടിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വസ്ത്രങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്ര കണ്ട് യൂണിറ്റ് ഇവിടേക്ക് വരേണ്ടി വരും, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു രീതി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ ചോദ്യം നിലനിൽക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തി അവർ ആവുന്നതുപോലെ തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ തീ പടർന്ന് പിടിക്കുക തന്നെയാണ്. ഉള്ളിലേക്ക് നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തു നിന്നും തീ പടർന്ന് ഒരു വശത്തേക്ക് പോയിട്ടുണ്ട്. നടുക്കായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. അവിടെ നിന്നും സൈഫുദ്ദീൻ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ഒരു ഭാഗത്ത് തീ വീണ്ടും പുറത്തേക്ക് വരുന്ന സാഹചര്യം. അതായത് തീ ഇരുവശത്തേക്കും പടർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. വസ്ത്രങ്ങൾ ഉൾപ്പെടെ കത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. വലിയൊരു തീപിടുത്തമാണ്. കോഴിക്കോടിന്റെ നഗര ഹൃദയത്തിലാണ് ഈ ജയലക്ഷ്മി സിൽക്സ് പ്രവർത്തിക്കുന്നത്. കല്ലായി റോട്ടിലാണ്. 3 നിലയിലുള്ള ബിൽഡിംഗ് ആണ്. അതിന്റെ 2ാം നില പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി യൂണിറ്റുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല.